അപ്പം ഞാനും അപർണയും ഞങ്ങളുടെ കുഞ്ഞു ധനുക്കുട്ടിയും കൂടെ ചേർന്ന് ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം ആൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ ഇപ്പം. പക്ഷേ അധികം താമസമില്ലാതെ തന്നെ നമ്മുടെ ധനുക്കുട്ടി എഴുന്നേറ്റു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചെറുതായിട്ടൊന്ന് കുഴിക്കകത്ത് ചാടിയപ്പം ആൾ ജസ്റ്റ് അങ്ങ് എഴുന്നേറ്റതാണ്. പിന്നെ നല്ല കരച്ചിലോട് കരച്ചിലായിരുന്നു. അപർണ കുറേ പാട്ടൊക്കെ പാടി ഉറക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആളങ്ങ് ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങത്തില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് വീണ്ടും നല്ല കരച്ചിലായി. എന്നിട്ട് പിന്നെ അപർണ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ഞങ്ങളൊരു ഫീഡിംഗ് ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫീഡിംഗ് ബോട്ടിലാണെങ്കിൽ എടുത്ത ആളുടെ കയ്യിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചയാണ് ദാ ഈ കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഫീഡിംഗ് ബോട്ടിൽ കയ്യിലോട്ട് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആൾ അതേ പിടിച്ചങ്ങ് കിടന്നൊരു ഒറ്റ ഉറക്കം അങ്ങ് ഉറങ്ങി കേട്ടോ. എന്താണെങ്കിലും പാലൊന്നും കുടിച്ചൊന്നുമില്ല, അങ്ങനെ തന്നെ കുറച്ച് നേരം അങ്ങ് കിടന്നുറങ്ങി. അതാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ കിടന്നുറക്കം കാണാൻ. പുറത്താണെങ്കിൽ നല്ല തീ കത്തുന്ന പോലെയുള്ള വെയിലുമാണ്. അപ്പം ഞങ്ങൾ നേരെ കാഞ്ഞിരപ്പള്ളിയിലേക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധ്വനിക്കുട്ടി വീണ്ടും കിടന്നങ്ങ് ഉറങ്ങി. അപ്പം നമ്മൾ എന്തിനാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ധ്വനിക്കുട്ടിക്ക് ചെറിയൊരു പാദസരം മേടിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഒരു കുഞ്ഞി പാദസരം മേടിക്കാനായിട്ട് ഞങ്ങൾ പോകണതാണ്. അതുകൊണ്ടില്ല ആള് നല്ല ഉറക്കത്തിലാട്ടോ വീട്. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഒരു പാദസരമൊക്കെ ധ്വനിക്കുട്ടിക്ക് മേടിച്ച് കടയിൽ ചെന്നിട്ട് എന്താണെങ്കിൽ നല്ലൊരു പാദസരം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് തറവാട്ട് ഹോട്ടലിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ധ്വനിക്കുട്ടിക്ക് കിടന്ന് ഉറങ്ങാനായിട്ട് ഒരു തൊട്ടിലൊക്കെ കിട്ടി. എന്നിട്ട് ഞങ്ങൾ ഫുഡ് വെച്ചേക്കാന്ന് വെച്ചാൽ 2 ഊണുണ്ട് ഓർഡർ ചെയ്തു. എന്താണെങ്കിൽ നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ ധ്വനിക്കുട്ടിയാണെങ്കിൽ അവിടെ കിടന്ന് നല്ല അടിപൊളി ഉറക്കമായിരുന്നു കേട്ടോ.